ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പാലാ ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പാലാ ഫുഡ് ഫെസ്റ്റ് 2024 കാണാൻ വേണ്ടിയാണ് കേട്ടോ. പാലാ GCI യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നത്. നമ്മുടെ പുഴക്കര മൈതാനത്ത് വെച്ചാണ് നടത്തപ്പെടുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും അപ്പോൾ ഫുഡൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങോട്ട്. ആദ്യ ദിവസമായിട്ട് പോലും ഒരുപാട് ആൾക്കാരാണ് ഫുഡ് ഫെസ്റ്റ് കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ദിവസം ഫുഡ് ഫെസ്റ്റ് നടക്കുമ്പോൾ ഫുഡ് ഫെസ്റ്റിൻ്റെ കൂടെ തന്നെ ഗാനമേള, DJ പ്രോഗ്രാംസ്, അങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ് സെക്ഷനോട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫുഡ് ഫെസ്റ്റ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഫുഡ് ഫെസ്റ്റിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മളങ്ങനെ പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറിയിരിക്കുവാണ് കേട്ടോ. ഇത് ഈ കാണുന്ന ഒരു പിഗിൻ്റെ അതായത് പോർക്ക് ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം 50ഓളം കൗണ്ടറാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള ഫുഡ്, ഐസ്ക്രീംസ്, ഷേക്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിക്കണം എന്നോർത്തൊക്കെയാണ് നമ്മൾ എത്തിച്ചേർന്നത്. പക്ഷേ ഇതുകൊണ്ടോ ഈ തിരക്ക് കണ്ടിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു DJ സെക്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് കഴിക്കാൻ തോന്നിയില്ല. DJ ഒക്കെ ഒന്ന് കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വരാം എന്നോർത്ത് നമ്മൾ ഫുഡ് കഴിക്കാതെ ഇപ്പം സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. DJ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ഈ കാണുന്ന ഒരു കൗണ്ടറാണ്. ഓരോ സെക്ഷനാണ്. പഴയിടം, അതുപോലെ ബേക്കറി ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പല്ല, ഒരു ചെറിയൊരു കൗണ്ടർ കാണും. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞത് ഏകദേശം 50ഓളം കൗണ്ടർ ഉള്ള പരിപാടി തന്നെയാണ്. നമസ്കാരം പാല, നമസ്കാരം. പാലയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് പാലയുടെ മണ്ണിൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത്യാവശ്യത്തിനുള്ള അഹങ്കാരം, അത്യാവശ്യത്തിനുള്ള ആ ഒരു അന്തസ്സും അഹങ്കാരവും ആതിഥ്യവും എല്ലാം രക്തത്തിലൂടെ തോന്നുന്നു നടക്കുന്ന താങ്ക് യു സോ മച്ച്. താങ്ക് യു. മറക്കില്ല, പാലയിൽ ഒരു കള്ളശാപ്പ് കിട്ടുമെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. കിട്ടിയാൽ നല്ല ശുദ്ധമായ കള്ളം, കപ്പയും നിങ്ങളുടെ മീൻകറിയും ചേർത്ത് ഞാൻ വളർന്നതായിരിക്കും. താങ്ക് യു. Thank you so much. Die like a king, huh? Die like a king. ഇനി ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഞാനിപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. 2 തവണ ഓൾറെഡി ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. പക്ഷേ അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം മറ്റൊന്നല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ ജനുവരി 11-ാം തീയതിയാണെന്ന് ഞാനിപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. 2 തവണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി പോയത്, ഫുഡ് ഫെസ്റ്റിന് വേണ്ടി പോയത് തുടങ്ങിയ ദിവസം തന്നെ, അതായത് 6-ാം തീയതിയാണ് നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 7-ാം തീയതി രാവിലെ വീഡിയോ പബ്ലിഷ് ചെയ്താണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നായിരുന്നു. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരവിടെ പാടുന്ന പാട്ടുകളുണ്ടല്ലോ, പാട്ടുകളുടെ കരോക്കെ അല്ലെ ട്രാക്ക്, അപ്പം അങ്ങനെ ട്രാക്കൊക്കെ കയറി പിടിക്കും, ഓഡിയോ പിടിക്കും, കോപ്പിറൈറ്റ് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ LED വാളി പോസ്റ്റ് ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ, ലൈറ്റിനല്ല LED വാളി പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു തുള്ളിക്കൊടിക്കുന്ന കുറേ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനൊക്കെയാണ് കോപ്പിറൈറ്റ് കണ്ടൻ്റായിട്ട് നമുക്ക് കയറി പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പലതവണ കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ ഒക്കെ 2 പ്രാവശ്യം ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പം ഞാൻ 3ാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്യുവാണ്. അപ്പം ഇത്തവണയും കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോ യൂട്യൂബിലിട്ട് തന്നെ എഡിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പാട്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ കട്ടാകാനും, അല്ലെങ്കിൽ ഒരു പാട്ട് കുറച്ച് ഭാഗം മ്യൂട്ടായിരിക്കാനും, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മുടെ പാലായി വെച്ച് നടന്ന ഇത്ര വലിയൊരു പരിപാടി ഫുഡ് ഫെസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ മാക്സിമം എങ്ങനെയെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ പിന്നെ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി ഇട്ടിട്ട് നമുക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാക്സിമം എന്തെല്ലാം ചെയ്യാമോ
അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മാക്സിമം പബ്ലിഷ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രമാത്രം വിജയിക്കും എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ഈ വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് ആണ് എന്ന് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ.
Mix by DJ Sarm SRT. Here we go, take your soul back aside. Do you know the pressure? I will guide you more. It's now and never as you decide. Come break a leg, you're fire now. In the look at the leg of the beat, and he pulls up under the bed. And it's still a way to be wine. എന്ത് മൂട് എന്ത് മൂട് Omani bimeu, omani bimeu, omani bimeu. Padma sambhava, padma sambhava, padma sambhava, padma sambhava. Umdala ilama, umdala ilama, umdala ilama. Lama kashidele, lama kashidele, lama kashidele, lama kashidele.